വനവന്യജീവി സംഘർഷം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കക്കയത്ത് താമരശ്ശേരി ബിഷപ്പ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. 2 മാസത്തിനിടയിൽ 8 മരണം നടന്നു, വയനാടും ഇടുക്കിയുമായി. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വനവന്യജീവി സംഘർഷവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയമായിത്തീരുന്നു. അതിനിടയിലാണ് പൂക്കോട് നടക്കുന്ന സിദ്ധാർത്ഥന്റെ മരണം വരുന്നത്. അതും വയനാടും കേരളവും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരു വശത്ത്. ഇങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള ഘടകങ്ങൾ ഏറെയുള്ളൊരു ഘട്ടത്തിലാണോ ഈ തിരഞ്ഞെടുപ്പ് വയനാട്ടിലും നടക്കാൻ പോകുന്നത്? ഗഗാരൻ മൈക്സ് ഓണാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലോകസഭയിലേക്കാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന്, ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ് സ്വീകരിച്ചു വന്ന ജനവിരുദ്ധമായ ഒട്ടേറെ നടപടികളുണ്ട്. ഒന്ന് വിലക്കയറ്റം. 435 രൂപയുണ്ടായിരുന്ന ഒരു കുറ്റി ഗ്യാസിൻ്റെ വില 1100 രൂപയാക്കി. അത് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നതാണ്. ഒരു വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് 9 വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു വർഷം 2 കോടി കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇതുവരെ കൊടുത്തത് ആകെ 7 ലക്ഷം ആളുകളെന്ന് അവർ തന്നെ പാർലമെൻറ്റിൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മേലെ കൈവച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി വായ്പയെടുക്കാനുള്ള അധികാരം പോലും ഇല്ലാതാക്കുന്ന ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി ലംഘിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന കാര്യം ജനങ്ങളോട് ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധിയാണ് ഇന്നത്തെ വിധി. ഇത് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, വയനാട്ടിൽ ചർച്ച ചെയ്യുക. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിക്കുമ്പോൾ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷയിൽ വയനാടുമായി ബന്ധപ്പെടുന്ന ദേശീയ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട ഒട്ടേറെ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടൽ നടത്താൻ ശേഷിയുള്ള MP ആകും രാഹുൽ ഗാന്ധി എന്നായിരുന്നു വയനാട്ടുകാർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് 4,32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും നൽകിയത്. പക്ഷേ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ നടത്തുന്ന ഇടപെടൽ പോലും നടത്താനുള്ള ശേഷിയില്ലാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കാര്യം. പക്ഷേ ദേശീയ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യം പറയാ. ഇവിടുത്തെ ദേശീയ ഗവൺമെന്റിൽ ഇടപെട്ട് MP എന്ന നിലക്ക് ചെയ്യേണ്ടിയിരുന്ന വയനാട്ടിലെ വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് വന്യജീവി പ്രശ്നത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കുരുക്കെന്നത് കേന്ദ്ര വനം വന്യജീവി നിയമമാണ്. അതിൽ ഭേദഗതി വരുത്താനുള്ള ഒരു ഇടപെടലും MP എന്ന നിലക്ക് രാഹുൽ ഗാന്ധി നടത്തിയില്ല എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട 2 നിരീക്ഷണങ്ങൾ. ആദ്യഘട്ടത്തിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന 2 രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം ഇതാണ്.